നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാവികസേനയുടെ നിർദ്ദേശപ്രകാരം അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യത്തിന് യന്ത്രബോട്ട് എത്തിച്ചു. പ്ലാൻ ബി എന്ന് സൂചന. തിരച്ചിലിന് തടസ്സമായി ശിരൂരിൽ ശക്തമായ കാറ്റും മഴയും നിലനിൽക്കുകയാണ്. മഴ ശക്തമായതോടെ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. രാവിലെ മുതൽ കനത്ത മഴയും കാറ്റുമാണ്. ഗംഗാവലി പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നു. കനത്ത മഴ വെല്ലുവിളിയാകുന്ന ആശങ്ക ശക്തമാണ്. ഉത്തര കന്നഡ ജില്ലയിൽ 3 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ മാത്രം ട്രക്ക് ഉയർത്താൻ ശ്രമിക്കും. പ്രതികൂല കാലാവസ്ഥയിൽ ഡൈവിംഗ് സാധ്യമാകില്ലെന്ന് ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിനുമേൽ കരുതൽ വീഴ്ത്തുന്നുണ്ട്. തിരച്ചിലിനിടയിൽ കണ്ടെത്തിയ ലോറിയുടെ ക്യാബിനകത്ത് അർജുനുണ്ടെന്ന് ഉറപ്പില്ലെന്ന് ദൌത്യസംഘം ഇന്നലെ പറഞ്ഞിരുന്നു. ക്യാബിനും ബോഡിയും വേർപെട്ടിട്ടില്ല എന്നാണ് സൂചന. നിലവിൽ പുഴയിൽ ശക്തമായ അടിയൊഴുക്കാണ്. അതിനിടെ മന്ത്രിമാരെ എ കെ ശശീന്ദ്രനും മുഹമ്മദ് റിയാസും ശിരൂരിലേക്ക് പോകും. ഇവർ ഉച്ചയോടെ സ്ഥലത്ത് എത്തിച്ചേരുമെന്നാണ് സൂചന. അർജുനെ കണ്ടെത്തുന്നതുവരെ സമ്മർദ്ദം തുടരുമെന്ന് റിയാസ് നേരത്തെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം. ഗംഗാവലി പുഴയിൽ 3 ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കനത്ത മഴയെയും അടിയൊഴുക്കിനെയും തുടർന്ന് ഇന്നലെയും തിരച്ചിൽ തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം നദിയിൽ നിന്ന് 3 സ്പോട്ടുകളിലായി ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. 3-ാം സ്പോട്ട് അർജുന്റെ ട്രക്കാവാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് ദൌത്യസംഘം അറിയിച്ചു. 8 മീറ്റർ ആഴത്തിലാണ് സിഗ്നൽ ലഭിച്ചതെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ പറഞ്ഞു. വാഹനത്തിന്റെ ക്യാബിൻ വേർപെടാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോറിയുടെ അകത്ത് അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ലോറി വെള്ളത്തിൽ മുങ്ങിയതിനു ശേഷം തടികൾ ഒഴുകിപ്പോകാനാണ് സാധ്യത. അർജുന്റെ ലോറി ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെയുള്ള ലോറി ഉണ്ടാകാമെന്നും ദൃക്സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. ശിരൂർ കുന്നിന് എതിർവശം ഉൾവര ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകിവരുന്ന വിറക് ശേഖരിക്കാനെത്തിയ നാഗേഷ് ഗൌഡയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. പുഴയിൽ ഇരിക്കുകയായിരുന്ന നാഗേഷ് ഗൌഡ കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയിലേക്ക് നീങ്ങി വരുന്നത് കാണുകയായിരുന്നു. ഇങ്ങനെ വന്ന ടൺ കണക്കിന് മൺ പുഴയുടെ തീരത്തുണ്ടായിരുന്ന ഡാബയെയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത്. പിന്നാലെയാണ് തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത്. കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വന്നിരുന്നു. ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചുകയറി വീടുകൾ തകർത്തു. പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി. കരയിലെ തെങ്ങുകളും നശിച്ചു. തീരത്തുണ്ടായിരുന്ന 4 കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലായി. ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിന്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ല എന്നും നാഗേഷ് പറഞ്ഞു. തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളും തെറിച്ചു വീണു. നാഗേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി വീണതാണോ LPG ടാങ്കർ പൊട്ടിത്തെറിപ്പിച്ചതാണോ പുഴയുടെ സ്ഫോടനത്തിന് കാരണമെന്ന് പരിശോധിക്കേണ്ടി വരും. ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി LPG ടാങ്കറിന് മേൽ വീണോ എന്നതും കണ്ടെത്തണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.